നിങ്ങൾക്ക് ഈ രണ്ട് സ്വഭാവം ഉണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗ്രേഡിൽ നിന്ന് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നുമല്ല, 10ാം ക്ലാസ്സിലെ IT പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ, അതും പ്രത്യേകിച്ച് മാറി വന്നിട്ടുള്ള നമ്മുടെ പുതിയ സിലബസ് ഉണ്ട് 2026 നിങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ പബ്ലിക് എക്സാം. അതിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ രണ്ട് സ്വഭാവം പലപ്പോഴും കാണാറുള്ളതാണ്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ്, രണ്ടാമത്തത് മാരത്തോൺ ലൈവുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. വലിയ കാര്യമൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഈ രണ്ട് സ്വഭാവം വലിയ രീതിയിൽ നിങ്ങൾ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സ്കിപ്പ് ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഓവർ കോൺഫിഡൻസ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ മോശം കുട്ടികളെന്നോ അങ്ങനെയുള്ള രീതിയിലൊന്നുമല്ല. ചില കുട്ടികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ IT അറിയാമായിരിക്കും. ചിലപ്പോൾ ആ കുട്ടിയും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കുട്ടികളുണ്ടാകാം. നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടോ വീഡിയോ ട്യൂട്ടോറിയൽസ് കണ്ടിട്ടോ അല്ലെങ്കിൽ എവിടെ നിന്നോ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ആ കുട്ടി പഠിച്ചിട്ടുണ്ടാവും. കുട്ടിക്ക് നല്ല രീതിയിൽ അറിയായിരിക്കും. പക്ഷേ ചില സമയത്ത് കുട്ടിക്ക് എക്സാമിന് ഒരു ചോദ്യം കാണുമ്പം വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, ആഗ്രഹിച്ച ഒരു ഗ്രേഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ചില കുട്ടികൾക്ക് ഉണ്ടാവും അങ്ങനെയൊന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് അത് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ പാഠത്തിലുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല. ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കുമ്പം ഇതെനിക്കറിയാം എന്നുള്ളൊരു ധാരണയുണ്ടാവും. എന്ന് വെച്ചിട്ട് നമ്മൾ അതിനകത്തുള്ള ചില പോയിന്റുകൾ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. ഓക്കെ, കാരണം ജസ്റ്റ് അതിലുള്ള ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ അതിലെ ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതെനിക്കറിയാലോ എന്നുള്ള രീതിയിൽ നമ്മൾ മറിച്ച് പോകും, അല്ലെങ്കിൽ നമുക്ക് അറിയാമെന്ന് വെച്ച് വിട്ടുപോകും. പക്ഷേ ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് കിട്ടുന്ന സമയത്ത് അത് ചെയ്ത് നോക്കുന്ന സമയത്തായിരിക്കും അതിൽ എവിടെയെങ്കിലും എത്തുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോകുന്നത്. ഇങ്ങനെ ഒരു സ്റ്റക്ക് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ പലർക്കും വലിയൊരു വിഷമം ഉണ്ടാവും. കാരണം മറ്റൊന്നുമില്ല, നമുക്ക് അറിയാത്തൊരു കാര്യം നമുക്ക് സ്റ്റക്കായി പോകുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് ഓൾറെഡി നല്ല രീതിയിൽ അറിയായിരുന്നു, പക്ഷേ അത് എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മളെ ഭയങ്കര രീതിയിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടത്, നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ പോലും കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ, അത് പ്രാക്ടിക്കൽ ആയാലും ശരി തിയറി ആയാലും ശരി, കൃത്യമായിട്ട് ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളൊക്കെ അതേ സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദ്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ ഉറപ്പുവരുത്തുക. ഓക്കെ, ചോദ്യത്തിലെ ചിത്രം അതിലെ ഹെഡിങ് മാത്രം നോക്കരുത്. ജസ്റ്റ് പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്കൂളിലെ ലാബ് സൗകര്യം യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം അത് പ്രാക്ടീസ് ചെയ്യുക. ഇനി പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്, ലാപ്ടോപ്പ് ഇല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഓരോ ചോദ്യം കാണുമ്പോഴും അതിലുള്ള ഓരോ സ്റ്റെപ്പുകളും എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ച് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ഒന്ന് ഓർക്കാൻ വേണ്ടി, ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ? പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്വഭാവം ചില സമയത്ത് നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് സ്വയം മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് IT എക്സാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഉറപ്പാണ്. രണ്ടാമത്തെ സ്വഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മാരത്തോൺ ലൈവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതാണ്. പല കുട്ടികൾക്കുള്ളതാണ് ഈ ഒരു എക്സാമിൻ്റെ തലേന്ന് മാത്രം ചൂട് വരുന്നത്. ഓക്കെ, അത് സ്വാഭാവികമാണ്. പല കുട്ടികളും ഉണ്ടാവും തലേന്ന് എക്സാമിൻ്റെ ഒക്കെ തലേന്ന് എന്താ മാരത്തോൺ ലൈവ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ITയുടെ കാര്യമാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് ആ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാരത്തോൺ ലൈവുകൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നല്ല കാര്യം തന്നെയാണ്, മാരത്തോൺ ലൈവുകൾ എന്തായാലും കാണണം. കാരണം അത്തരം ലൈവുകൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും റീകോൾ ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനും അതുപോലെ റിവൈസ് ചെയ്യാനും പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാരത്തോൺ ലൈവ് മാത്രം കണ്ടതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗ്രേഡിലേക്ക് എത്താൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത ശേഷം എന്ത് ചെയ്യുക, മാരത്തോൺ ലൈവുകൾ കാണുക. അങ്ങനെ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കാനും ഒക്കെ പറ്റും. അങ്ങനെയുള്ള കുട്ടിക്ക്, ഓൾറെഡി പഠിച്ച കുട്ടിക്ക് ഈ മാരത്തോൺ ലൈവ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രണ്ട് സ്വഭാവം അവസാനത്തേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഓൾറെഡി അറിയാമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് നല്ലതാണ്. ഓവർ കോൺഫിഡൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലേ? അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ചാനലിലെ വീഡിയോ തന്നെ കാണണം എന്ന് ഞാൻ പറയില്ല, കണ്ടാൽ നല്ലത്, കാരണം വ്യൂ കിട്ടും. പക്ഷേ എന്നാലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന ക്ലാസ്സുകൾ എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക, ആ ഒരു വഴി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള വഴികൾ നിങ്ങളിലേക്ക്, അത് ക്ലാസ്സുകളായിട്ടും ഡോക്യുമെൻറ്റുകളായിട്ടും ഒക്കെ എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ എവിടെ നിന്നാണോ പഠിക്കാൻ പറ്റുന്നത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോകൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.